ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് നഗൂയിബ് മഹ്ഫൂസ് എന്ന് പറയുന്ന റൈറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റോറിയാണ്, അതായത് ഒരു ബോയ് വളർന്ന് പെട്ടെന്ന് തന്നെ ഒരു വൃദ്ധനാകുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ലൈഫിലെ ജേണി വളരെ ഷോർട്ടാണ്, പെട്ടെന്ന് തന്നെ കാലങ്ങൾ കടന്നു പോകും എന്ന് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new: the black shoes, the green school uniform, and the red tarbouch. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. അപ്പോൾ എന്താണ് ഇവിടെ രണ്ട് ആൾക്കാരെ കാണാം, ഒരു ബോയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോയുടെ ഫാദർ. അപ്പോൾ ഇവർ രണ്ടുപേരൂടെ ഈ ബോയെ സ്കൂളിലാക്കാൻ, അതായത് ഈ ഫാദർ ഈ ബോയെ സ്കൂളിലാക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബോയ് ന്യൂ ഡ്രസ്സിലൊക്കെയാണ്, അതായത് ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ബ്ലാക്ക് ഷൂസ്, ഗ്രീൻ സ്കൂൾ യൂണിഫോമും പിന്നെ ആ ഒരു തലയിൽ റെഡ് ട്രബൂഷൊക്കെ വെച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതിൻ്റെ ഡിലേറ്റ് അതൊന്നും അത്രയ്ക്ക് ബോയ്ക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഫീസ്റ്റ് ഡേക്കല്ല പോകുന്നത്, ഒരു പാർട്ടിക്കോ അങ്ങനെയൊന്നും അല്ല പോകുന്നത്. കാരണം എവിടെയാണ് പോകുന്നത്? സ്കൂളിൽ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ടെൻഷൻ ഈ ബോയ്ക്കുണ്ട്. My mother stood at the window watching us. I would turn toward her from time to time, appealing for help. We walked along a street lined with gardens on both sides, where extensive fields planted with crops, prickly pears, henna trees, and a few date palms. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ബോയ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് തിരിച്ച് വീട്ടിലേക്ക് നോക്കും. ഈ അമ്മ പോണ്ട അല്ലെങ്കിൽ തിരിച്ച് വരാൻ പറയുന്നോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ ബോയെ ഹെൽപ്പ് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ തിരിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചാരും വരാൻ പറഞ്ഞില്ല. ബോയിനെ കൊണ്ട് ഫാദർ പോവുകയാണ്. അപ്പോൾ ഈ പോകുന്നത് ഒരു സ്ട്രീറ്റിൽ കൂടിയാണ്. അപ്പോൾ ചുറ്റും രണ്ട് സൈഡിലും ഗാർഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്രോപ്സ് ഉള്ള ഫീൽഡ്സ് ഉണ്ട്, പിയർ ട്രീസ് ഉണ്ട്, ഹെന ട്രീസ് മൈലാഞ്ചി ചെടികളുണ്ട്, പിന്നെ ഡേറ്റ് പാംസ് ഈന്തപ്പന ആ ഒരു മരങ്ങളും ഉണ്ട്. വൈ സ്കൂൾ? ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ബോയ് ചോദിക്കുകയാണ്, എന്നെ എന്തിനാണ് സ്കൂളിൽ ചേർക്കുന്നത്? ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് എന്നെ സ്കൂളിൽ ചേർക്കുന്നത്? ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് ആര്? ബോയ്. ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ, ഹി സെഡ് ലാഫിങ്. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? ഇപ്പോൾ ഫാദർ എന്താണ് പറഞ്ഞത്? ഇത് പണിഷ്മെൻ്റ് ആണോ? സ്കൂളിൽ പോകുന്ന പണിഷ്മെൻ്റ് ഒന്നുമല്ല. സ്കൂൾ ഒരു പണിഷ്മെൻ്റ് അല്ല, അതൊരു ഫാക്ടറിയാണ്. എങ്ങനെ ആ ഒരു യൂസ്ഫുൾ പീപ്പിളിനെ, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നും ഉപകാരമുള്ള പൗരന്മാരെ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് സ്കൂളെന്നാണ് ഫാദർ പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ ചോദിക്കുകയാണ്, നിനക്ക് വളർന്ന് വലുതാവണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഐ ഡിഡ് നോട്ട് ബിലീവ് ദെയർ വാസ് റിയലി എനി ഗുഡ് to be had in tearing me away from the intimacy of my home and throwing me into this building. It looked like some huge high-walled fortress, stern and grim. അപ്പോൾ എന്താണ്, ഈ ബോയ് പക്ഷേ ഇതിലൊന്നും കൺവിൻസ്ഡ് ആയിരുന്നില്ല. അദ്ദേഹം, അല്ലെങ്കിൽ ആ ബോയ് വിചാരിക്കുന്നുണ്ടായിരുന്നില്ല ഇത് അവനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, അവൻ്റെ വീട്ടിൽ നിന്നും അവനെ മാറ്റി ഒരു വേറൊരു കെട്ടിടത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുക, അവിടെ നിന്ന് പഠിക്കുക എന്നൊക്കെ ഉള്ളത്, വളരെ ഒരു സ്ട്രേഞ്ചായ അറ്റ്മോസ്ഫിയറിൽ പോകുക എന്നുള്ളത് ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല ആ ബോയ്ക്ക്. When we arrived at the gate, we would see the courtyard, vast and crammed full of boys and girls. Go in by yourself, said my father, and join them. Put a smile on your face and be a good example to others, won't you? അപ്പോൾ പറയുകയാണ്, ഗേറ്റിനെത്തിയതിന് ശേഷം ആ ഫാദർ പറയുകയാണ്, ആ ഗേറ്റിന് അകത്ത് ഫുള്ള് ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ പറയുകയാണ്, നീ അകത്തേക്ക് വയ്ക്കോ, അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് വേണം പോകാൻ, അതുപോലെ എല്ലാവർക്കും ഒരു നല്ല മാതൃകയായിരിക്കണം നീ, പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാക്കരുത് എന്ന് പറയുകയാണ്. I hesitated and clung to his hand, but he gently pushed me from him. Be bold, he said. Today you truly began life. You will find me waiting for you when it's time to leave. എന്താണ്, ഈ ബോയ്ക്ക് പക്ഷേ അങ്ങനെ പേടിക്കൊണ്ടായി. പക്ഷേ ഈ ഫാദർ ഈ ബോയെ തന്നെ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ സ്കൂളിനകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. I took a few steps and then stopped and looked, but saw nothing. Then the face of boys and girls came into view. I did not know a single one of them. None of them know me. I felt I was a stranger who had lost its way, but glances of curiosity were directed towards me. And a boy approached and asked, who brought you? അപ്പോൾ എന്താണ്, കുറച്ച് സ്റ്റെപ്സ് ഫ്രണ്ടോട്ട് വെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വീണ്ടും നോക്കിയാണ്. അപ്പോൾ അവിടെ മൊത്തം സ്ട്രേഞ്ച് ആയ ബോയ്സും ഗേൾസും ആണ്, അവന് മുൻപ് പരിചയമുള്ള ആരും അവിടെ ഇല്ല.
അപ്പോൾ ആരെയും അവൻ അറിയില്ല. അപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? അവനൊരു സ്ട്രേഞ്ചറാണ്, അവന് വഴിതെറ്റി വന്നതാണ് എന്നൊക്കെയുള്ള ഫീലിങ്സാണ് അവന് വന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബോയ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഹൂ ബ്രോട്ട് യു, നിന്നെ ആരാണ് കൊണ്ടുവന്നത് ചോദിക്കുകയാണ്. മൈ ഫാദർ, ഐ വിസ്പേർഡ്. മൈ ഫാദേഴ്സ് ഡെഡ്, ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി. അപ്പോൾ ആ ബോയ് പറഞ്ഞു എൻ്റെ ഫാദറാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ മറ്റേ ബോയ് പറഞ്ഞ എന്താണ്, എൻ്റെ ഫാദർ മരിച്ചുപോയി, ഡെഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ കഥ ഓക്കെയാണ്. ഇനിയാണ് ഈ കാലം അല്ലെങ്കിൽ ടൈം പെട്ടെന്ന് കടന്നു പോകുന്നു, നമ്മൾ അറിയാതെ തന്നെ പോകും. ലാസ്റ്റ് കഥയുടെ എൻഡിങ്ങിലാണ് നമ്മൾ തിരിച്ചറിയുക ടൈം ഒരുപാട് കടന്നു പോയി എന്നുള്ളത്. I did not know what to say. The gate was closed, letting out a pitiable screech. Some of the children burst into tears. The bell rang. A lady came along, followed by a group of men. The men began sorting us into ranks. അപ്പോൾ എന്താണ്, ബോയ് തിരിച്ചൊന്നും പറഞ്ഞില്ല. അവിടെ അവസാനം എല്ലാവരും അകത്ത് കയറിയതിന് ശേഷം ആ ഗേറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഒരു ലേഡി വന്നു, പിന്നെ കുറച്ച് മെൻസും ഉണ്ട്. അവർ വന്നിട്ട് ആ ഒരു തരം തിരിക്കുകയാണ് ആ ബോയ്സിനെയും ഗേൾസിനെയും. ദിസ് ഈസ് യുവർ ന്യൂ ഹോം, സെഡ് ദ വുമൺ. ഹിയർ ടു there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life joyfully. won't you? പറയാണ് ആ ഒരു സ്കൂളിൽ തന്നെ പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ പുതിയ ഹോം, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഇവിടെയും നിങ്ങൾക്ക് ഫാദേഴ്സിനെയും മദേഴ്സിനെയും കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോളജിന് വേണ്ടിയിട്ട് ലൈഫിൻ്റെ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനുമുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്കറിയാതെ എൻജോയ് ചെയ്തിരിക്കും എന്നൊക്കെ പറയുകയാണ്. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടൻമെൻറ്റ്. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys and swore to be my friends, and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings he had no basis. അപ്പോൾ എന്താണ്, അപ്പോൾ അതിനുശേഷം അവരെല്ലാം തിരിച്ചറിയുകയാണ്, ഈ ഫാക്ട്സ് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല, ഇത് ഈ സ്കൂളിൽ പോയ പറ്റുള്ളൂ എന്നൊക്കെ തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ ഈ ബോയ് തിരിച്ചറിയാണ് ലിവിങ് ബീങ്സിനോട് അട്രാക്റ്റഡ് ആവുമെന്നും അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നൊക്കെ ബോയ് തിരിച്ചറിയുകയാണ്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആവുകയാണ് ഈ ബോയ്ക്ക്. I had never imagined school would have this rich variety. We played all sorts of games, swings, the vaulting horseball games. In the music room, we chanted our first song. We also had our first introduction to language. We saw a globe of the earth which revolved and showed various continents and countries. We started learning the numbers. We ate delicious food, took a little nap, and woke up to go on with friendship and love, play and learning. അപ്പോൾ എന്താണ്, പോയി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, ഒരിക്കലും ഇമാജിൻ ചെയ്തിരുന്നില്ല സ്കൂൾ ഇങ്ങനെ ഒരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ഉള്ളൊരു സംഭവമായിരിക്കും. കാരണം ഇവിടെ ആ ഒരു സ്കൂളിൽ പോയി എല്ലാ തരത്തിലുള്ള ഗെയിംസും കളിക്കുന്നു, സ്വിങ്സ്, ദ വോട്ടിംഗ് ഹോഴ്സ് ബോൾ ഗെയിംസ്, എല്ലാ തരത്തിലുള്ള ഗെയിംസും കളിക്കുന്നു. മ്യൂസിക് റൂംസിൽ പോയി ഒരുമിച്ച് പാട്ട് പാടുന്നു, ലാംഗ്വേജ് പഠിക്കുന്നു, എർത്തിനെ പറ്റിയും ഗ്ലോബിനെ പറ്റിയൊക്കെ പഠിക്കുന്നു, ഡിഫറെൻറ്റ് കൺട്രീസും കോണ്ടിനെൻറ്റ്സും ഒക്കെ പഠിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഈ ബോയ് തിരിച്ചറിയുന്നു. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. Dust-laden winds and unexpected accidents could happen suddenly, so we had to be watchful and very patient. It was not all a matter of playing and fooling around. Rivalries could bring about pain and hatred or give rise to fighting. And while the woman would someday smile, she would often scowl and scold. Even more frequently, she would resort to physical punishment. അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ ടൈമിലെല്ലാം ബോയ്ക്ക് പ്രായമാവുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് ബോയ് കുറച്ചുകൂടെ റിയാലിറ്റി തിരിച്ചറിയുന്നത്. അതായത് ലൈഫ് എപ്പോഴും സ്വീറ്റും അൺക്ലൗഡ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വാച്ച്ഫുൾ ആയിരിക്കണം, ചിലപ്പോൾ വെരി പേഷ്യൻ്റ് ആയിട്ടിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആൾക്കാരിൽ നിന്ന് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാകും. ഇതൊക്കെ ബോയ് പതുക്കെ തിരിച്ചറിയാണ്. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് ദ വർക്ക്. അപ്പോൾ എന്താണ്, അതിനുശേഷം ആ സ്കൂളിലെ ബെല്ലടിക്കുകയാണ്. എന്താണ്, ആ ഡേ കഴിഞ്ഞു, ആ ഒരു അന്നത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ദ throngs of children rushed towards the gate, which was opened again. I bade farewell to friends and sweethearts and passed through the gate. I peered around but found no trace of my father who had promised to be there. അപ്പോൾ ആ ഒരു ചിൽഡ്രൻസ് എല്ലാം ഗേറ്റിലേക്ക് പോയി, ആ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ ഈ ബോയ് അവൻ്റെ ഫാദറിനെ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ബോയ് മുതിർന്ന വലിയൊരാളായിട്ടുണ്ട്. I stepped aside to wait. When I had waited for the long time without avail, I decided to return home on my own.
After I had taken a few steps, a middle-aged man passed by and realized at once that I knew him. He came towards me, smiling and shook me in my hand by saying, "It's long time since we last met. How are you?" എന്താണ്, എന്നിട്ട് ഇവൻ കുറേ നേരം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവൻ തിരിച്ചൊറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് കിടക്കുകയും 2-3 സ്റ്റെപ്പ് വെച്ചപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് മാനിനെ കാണുകയാണ്. അപ്പോൾ ഈ മിഡിൽ ഏജ് മാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബോയ്ക്ക് മിഡിൽ ഏജ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവൻ പണ്ട് കൂടെ പഠിച്ചതോ പണ്ട് അറിയാവുന്നതോ ആയ ആളാണ്. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം ഇൻ ടേൺ, ആൻഡ് യു, ഹൗ ആർ യു? അപ്പോൾ ബോയും അത് സമ്മതിക്കുകയാണ്, ഒരുപാട് നാളായെന്നൊക്കെ സമ്മതിച്ച് എവിടെ പോയി, എന്താണ്, സുഖമാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കണം. അതായത് ഇപ്പോൾ ബോയ്ക്കും ഒരു മിഡിൽ ഏജ്ഡ് ആയി, അന്നത്തെ ബോയ്ക്കും ഇപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് ആയി. ആസ് യു ക്യാൻ സീ, നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. ഇപ്പോൾ എന്താണ് ആ ഒരു മറ്റേ ആൾ പറഞ്ഞ എന്താണ്, ഇപ്പം നിനക്ക് കാണാൻ പറ്റുന്ന പോലെ അത്രയ്ക്കല്ല നല്ലതൊന്നും അല്ല, പക്ഷേ കുഴപ്പമില്ല. Again he shook me by the hand and went off. I proceeded a few steps, then came to the started halt. Good lords, where was the street lined with gardens? Where had it disappeared to? When did all these vehicles invert it? And when did all these hordes of humanity come to live upon this surface? How did these hills of refuse come covered its sides? And where were the fields that bordered it? അപ്പോൾ തിരിച്ച് അന്ന് ആ സ്കൂളിലേക്ക് പോയപ്പോൾ, പണ്ട് ആ സ്കൂളിലേക്ക് പോയപ്പോൾ ഉള്ള കാഴ്ചകളല്ല ബോയ് ഇപ്പോൾ കാണുന്നത്. ബോയ് അവിടെ മൊത്തം സ്ട്രീറ്റ്സ് എല്ലാം മാറി, ഇപ്പോൾ വലിയ വലിയ സിറ്റീസായി, ഗാർഡൻസ് ഒന്നുമില്ല, ആ ഒരു മൗണ്ടൻസൊക്കെ വാനിഷ്ഡായി, എല്ലാം മാറി, ടോട്ടലി ചേഞ്ച്ഡായി, ആ റോഡ് മൊത്തം വെഹിക്കിൾസായി. വലിയൊരു മാറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം വന്ന മാറ്റമാണ്. High buildings had taken over, the streets surged with children, and disturbing noises shook the air. Then there was a band announcing the opening of a circus, with the clowns and weightlifters walked in front. A line of trucks carrying central security troops crawled majestically by. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ ആ ഒരു ചെറിയ ആ ഒരു മരങ്ങളോ ചെടികളോ ക്രോപ്സോ ഒന്നും അല്ലായിരുന്നു, പകരം എന്താണ്, ഹൈ ബിൽഡിങ്സൊക്കെ ആയിരുന്നു, ഡിസ്റ്റർബിങ് നോയ്സസ്, ഒരുപാട് ചിൽഡ്രൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബാൻഡ് പോകുന്നുണ്ട് ഈ സർക്കസിൻ്റെ ഇനോഗ്രേഷൻ കാണിച്ചുകൊണ്ട്. പിന്നെ ബേക്കിൽ സെക്യൂരിറ്റി ട്രൂപ്സിൻ്റെയൊക്കെ വെഹിക്കിൾസൊക്കെ പോകുന്നുണ്ട്. The siren of a fire engine shook, and it was not clear how the vehicle would cleave its way to reach the blazing fire. A battle raged between a taxi driver and his passenger, while the passenger's wife called out the help and no one answered. Good God, I was in daze. My head spun. I almost went crazy. How could all this have happened in half a day, between early morning and sunset? I would find the answer to home with my father, but where was my home? I could see only tall buildings and hordes of people. അപ്പോൾ എന്താണ്, ഒരു ഫയർ എഞ്ചിൻ അവിടെ വന്ന് കിടപ്പുണ്ട്. ഫയർ എഞ്ചിൻ പോയി ആലോചിക്കണം. ഇപ്പോൾ കുറച്ചുകൂടെ പ്രായമായി ആൾ ആലോചിക്കുകയാണ്, എന്താണ് ഇത്, ഇങ്ങനെ ഈ വെഹിക്കിൾസൊക്കെ മാറ്റിയിട്ട് ഈ ഫയർ എഞ്ചിൻ അങ്ങെത്തും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. പിന്നെ ഒരു ടാക്സി ഡ്രൈവറും പാസഞ്ചറുമായിട്ട് ഒരു സ്ട്രഗിൾ, ഫൈറ്റ്, ഒരു റേജ് നടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ബോയ് ഇത് സത്യത്തിൽ അമ്യൂസ്ഡ് ആയിട്ട് ആലോചിക്കുകയാണ്, ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും മാറ്റം വരുമോ, അല്ലെങ്കിൽ ഇത് എത്ര പെട്ടെന്നാണ് ഈ ഒരു മാറ്റം വന്നത് എന്നുള്ളതാണ് കോൺസെപ്റ്റ്. എത്രയും പെട്ടെന്ന് ഇത്രയും ചേഞ്ചസ് വന്നത് എങ്ങനെയാണെന്നൊക്കെ ആ ബോയ് ആലോചിക്കുകയാണ്. അതുപോലെ വീട്ടിലെത്തിയിരുന്ന ഈ ഫാദറിൻ്റെ അടുത്ത് ചോദിക്കാമായിരുന്നു, പക്ഷേ വീട് പോലും അറിയാൻ വയ്യ, ഫുള്ള് ടോൾ ബിൽഡിങ്സ് ആണ്. അതായത് പെട്ടെന്ന് കാലങ്ങൾ മാറും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. I hastened on the road onto the crossroads between the garden of Abkhoda. I had to cross Abkhoda to reach my house, but the stream of cars would not let up. The fire engine sirens was shaking at full pitch, and it moved at snail's pace. And I said to myself, let the fire take its pleasure, it what it consume. Extremely irritated, I wondered, and I would be able to cross. I stood there for a long time until the young lad employed at the ironing shop on the corner came up to me. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ബോയ്ക്ക് തൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ അബ്ഖോദ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് വേണം പോകാൻ. അതായത് അവിടെ ഒരു ഫുൾ വെഹിക്കിൾസ് പോകുന്ന ഇടയിൽ ബോയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ഫയർ എഞ്ചിനൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ബോയ് ഇപ്പോൾ വൃദ്ധനായി ആലോചിക്കുകയാണ്, ഇങ്ങനെ പോയാൽ ഈ ഫയർ അത് കത്തിക്കുന്ന എന്ത് സാധനമായാലും അത് മുഴുവനായിട്ട് കത്തിച്ച് ചേർക്കും, എന്നാൽ പോലും ഈ ഫയർ എഞ്ചിൻ അവിടെ എത്തില്ല എന്നൊക്കെ ആലോചിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് കടക്കാനൊരു വഴിയില്ലാതിരിക്കുന്ന സമയത്താണ് ആ അയൺ ഷോപ്പിലെ ഒരു യങ് ബോയ് വരുന്നത്. He stretched out his arm and said gallantly, "Grandpa, let me take you across." അപ്പോൾ എന്താണ്, ആ ബോയ് വന്ന് നമ്മുടെ ഇപ്പോഴത്തെ ആ പഴയ ബോയ് ഇപ്പോൾ ഒരു ഓൾഡ് മാനായി അയാളുടെ കയ്യിൽ പിടിച്ച് പറയുകയാണ്, "Let me take you across." ഞാൻ നിങ്ങളെ അപ്പുറം കൊണ്ട് വിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇതിനകത്ത് പെട്ടെന്ന് ടൈം കടന്നു പോകുന്നത് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. താങ്ക് യു.